കണ്ണിനഴകെ അരികിലായാരു നീ എന്നിലലിയാൻ മഞ്ഞുമഴയായി എന്തിനായി വന്നു നീ കന്നിമലരെ കണ്ണിനഴകെ അരികിലായാരു നീ എന്നിലലിയാൻ മഞ്ഞുമഴയായി എന്തിനായി വന്നു നീ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്ന നിങ്ങളിപ്പോൾ പ്രിവ്യൂവിൽ കാണുന്ന ഈ ഒരു സ്റ്റാറ്റസ് നമുക്ക് എങ്ങനെ അലൈറ്റ് മോഷൻ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം എൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഓളെന്ന ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ചെയ്യാൻ വേണ്ടി അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യും. അവിടെ 9:16 സെലക്ട് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് പ്രോജക്റ്റ് സെലക്ട് ചെയ്യും. ശേഷം താഴെ കാണുന്ന ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓഡിയോ സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു സോങ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ വീഡിയോയിലുള്ള ഓഡിയോ തന്നെയാണ് എടുക്കുന്നത്. അതിനായി ഇവിടുന്ന് മീഡിയ സെലക്ട് ചെയ്യും. നിങ്ങളുടെ ഒരു ആരോ മാർക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒരു ആരോ മാർക്ക് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു വീഡിയോ ഏത് ഫോട്ടോയിലാണ് നടക്കുന്നത് അവിടുന്ന് ഒരു ഫോട്ടോ സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾ അവിടുന്ന് ഒരു വീഡിയോ സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം അവിടുന്ന് ഒരു വീഡിയോ സെലക്ട് ചെയ്ത ശേഷം റൈറ്റ് സൈഡ് മുൾക്കാനും 3 ഡോട്ട് ക്ലിച്ചുകൊണ്ട് എക്സ്ട്രാക്റ്റ് ഓഡിയോ എന്നുള്ളത് കൊടുക്കുക. പക്ഷെ അവിടുന്ന് ഒരു വീഡിയോ സെലക്ട് ചെയ്തതിനു ശേഷം ഈ ഒരു ഡിലീറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് ആ ഒരു വീഡിയോ അവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കളയും. ശേഷം ഓരോ വരികളും തുടങ്ങുന്ന ഭാഗത്ത് നിങ്ങൾ ഇതേപോലെ തന്നെ പ്ലേ ചെയ്തുകൊണ്ട് ഓരോ വരികളും തുടങ്ങുന്ന ഭാഗത്ത് ഇതേപോലെ ബീറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അവസാനം വരെ ഓരോ വരികളും തുടങ്ങുന്ന ഭാഗത്ത് നിങ്ങൾ ഇതേപോലെ ബീറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. വരെ ബീറ്റ് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങളോട് സ്റ്റാർട്ടിങ്ങിലോട്ട് വരിക. വന്നതിന് ശേഷം താഴെ കാണുന്ന ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. മീഡിയ സെലക്ട് ചെയ്യും. അത് നമുക്ക് ഇതിനകത്തൊരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആഡ് ചെയ്യണം. അതിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഒരു ആരോ മാർക്ക് കാണാൻ വേണ്ടി സാധിക്കുക. ഒരു ആരോ മാർക്ക് സെലക്ട് ചെയ്യും. ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു ഇമേജ് ഏത് ഫോൾഡറിലാണ് കിടക്കുന്നത് അവിടുന്ന് ഒരു ഫോൾഡർ സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഇതേപോലെ സെലക്ട് ചെയ്ത് കൊടുക്കുക. പക്ഷേ ഇതിൻ്റെ ഡ്യൂറേഷൻ അവസാനം വരെ ആയി കൊടുക്കുക. അതിന് അവസാനം വന്നതിന് ശേഷം ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടം വരെ ആവുന്നതായിരിക്കും. പക്ഷേ അവിടെ നിന്ന് സ്റ്റാർട്ടിങ്ങിലോട്ട് വരിക. വന്നതിന് ശേഷം താഴെ കാണുന്ന ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. റെക്റ്റാങ്കിൾ ഷേപ്പ് ആഡ് ചെയ്യും. പക്ഷേ അവിടെ നിന്ന് എഡിറ്റ് ഷേപ്പ് സെലക്ട് ചെയ്യും. പക്ഷേ അതിൻ്റെ ഒരു എക്സ് വാല്യൂ നിങ്ങളോട് 450 ആക്കി കൊടുക്കുക. ശേഷം അവിടെ നിന്ന് അതിൻ്റെ വൈ വാല്യൂ സെലക്ട് ചെയ്യും. ഇതൊരു 235 ആയി കൊടുത്തതിന് ശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. ശേഷം അതിൻ്റെ റേഡിയസ് നിങ്ങൾ ഇതേപോലെ തന്നെ കൂട്ടി 30 ആയി കൊടുക്കുക. ശേഷം പുറത്തൊന്ന് ക്ലിക്ക് ചെയ്യും. ശേഷം ഇതിൻ്റെ ഡ്യൂറേഷൻ അടുത്ത ബീറ്റ് മാർക്ക് വരെ ആക്കണം. അതിനെ അടുത്ത ബീറ്റ് മാർക്കിലോട്ട് വന്നതിന് ശേഷം റെക്റ്റാങ്കിൾ ഷേപ്പ് സെലക്ട് ചെയ്ത് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടം വരെ ആവുന്നതായിരിക്കും. ഇതിനകത്തോട്ട് ഇവിടുന്ന് ഇമേജ് ആഡ് ചെയ്യും. അതിനെ സ്റ്റാർട്ടിങ്ങിലോട്ട് വരും. വന്നതിന് ശേഷം താഴെ കാണുന്ന ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യും. മീഡിയ സെലക്ട് ചെയ്യും. ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം ഇതിൻ്റെ ഡ്യൂറേഷനും അടുത്ത ബീറ്റ് മാർക്ക് വരെ ആയി കൊടുക്കുക. അതിന് അടുത്ത ബീറ്റ് മാർക്ക് വന്നതിന് ശേഷം ആ ഒരു ഇമേജ് സെലക്ട് ചെയ്യും. ശേഷം ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടം വരെ ആവുന്നതായിരിക്കും. പക്ഷേ ഈ ഒരു ഇമേജ് ലോങ് പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് താഴെയായിട്ട് വെച്ച് കൊടുക്കുക. താഴെയായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം അവിടുന്ന് ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. എഫക്റ്റ് സെലക്ട് ചെയ്യുക. ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക. ഈ ഒരു സെർച്ച് ആക്കിയാൽ സെലക്ട് ചെയ്തുകൊണ്ട് TI എന്ന് സെർച്ച് ചെയ്യുക. TI എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടൈൽസ് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് കാണാൻ വേണ്ടി സാധിക്കും. അവിടുന്ന് ഒരു എഫക്റ്റ് സെലക്ട് ചെയ്യും. സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സ് സെലക്ട് ചെയ്യും. ശേഷം ഒരു മിറർ നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക. ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം റെക്റ്റാങ്കിൾ ഷേപ്പ് ആ ഒരു ഇമേജ് സെലക്ട് ചെയ്തുകൊണ്ട് ഏറ്റവും മുകളിൽ കിടക്കുന്ന ഈ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യും. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു ഇമേജ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ആ ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് എഡിറ്റ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യും. പക്ഷേ ഒരു ഇമേജ് സെലക്ട് ചെയ്തുകൊണ്ട് മൂവ് ആൻഡ് ട്രാൻസ്ഫർ സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. ശേഷം ഇവിടുന്ന് ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം നമുക്ക് വേണ്ടുന്ന ലിറിക്സ് ആഡ് ചെയ്യും. അതായത് സ്റ്റാർട്ടിങ്ങിലോട്ട് വരിക. സ്റ്റാർട്ടിങ്ങിലോട്ട് വന്നതിന് ശേഷം താഴെ കാണുന്ന ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന ആദ്യത്തെ ഒരു വരി അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആദ്യത്തെ ഒരു വരി ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ഫോണ്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഈ ഒരു ഫോണ്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ആഡ് ചെയ്യാവുന്നതാണ്. ശേഷം അതിൻ്റെ ഒരു കളർ നിങ്ങൾക്ക് വേണ്ടുന്നതായി കൊടുക്കുക. ഞാനിവിടെ വെള്ളയാണ് കൊടുക്കുന്നത്. ശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം ഈ ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് മൂവ് ആൻഡ് ട്രാൻസ്ഫർ സെലക്ട് ചെയ്ത് ഇതേപോലെ താഴെയായിട്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഡ്യൂറേഷനും അടുത്ത ബീറ്റ് മാർക്ക് വരെ ആകണം. പിന്നെ അടുത്ത ബീറ്റ് മാർക്കിലോട്ട് വന്നതിന് ശേഷം ഒരു ടെസ്റ്റ് അവിടെ സെലക്ട് ചെയ്യും. ശേഷം ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടം വരെ ആവുന്നതായിരിക്കും. ശേഷം ആ ഒരു ഗ്രൂപ്പ് അവിടെ സെലക്ട് ചെയ്യും. ആ ഗ്രൂപ്പ് അവിടെ സെലക്ട് ചെയ്തതിന് ശേഷം എഫക്റ്റ് സെലക്ട് ചെയ്യും. ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യും. ശേഷം ഈ ഒരു സെർച്ച് ഐക്കൺ സെലക്ട് ചെയ്തുകൊണ്ട് CONT എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ രണ്ടാമത് വന്ന ഒരു എഫക്റ്റ് അവിടെ സെലക്ട് ചെയ്യുക. ശേഷം സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സ് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ കളർ കാണാൻ വേണ്ടി ഈ ഒരു കളർ സെലക്ട് ചെയ്യും. പക്ഷേ അതിൻ്റെ ഒരു കളർ നിങ്ങൾ ഗ്രേ ആക്കി കൊടുക്കുക.
ശേഷം അതിൻ്റെ താഴെ കാണുന്ന ഒരു ഔട്ട്സെറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം അത് ഇതേപോലെ തന്നെ കുറച്ച് നിങ്ങൾ 7 ആക്കി കൊടുക്കുക. 7 ആക്കി കൊടുത്തതിന് ശേഷം വിഡ്ത്ത് സെലക്ട് ചെയ്യും. അത് ഇതേപോലെ തന്നെ കൂട്ടി നിങ്ങൾ 6 ആക്കി കൊടുക്കുക. 6 ആക്കി കൊടുത്തതിന് ശേഷം ഒരു 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് കോപ്പി ഇഫക്റ്റ് എടുക്കുക. ശേഷം അവിടെ നിന്ന് ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം ആ ഒരു ടെക്സ്റ്റ് അവിടുന്ന് ലിറിക്സ് അവിടെ നിന്ന് സെലക്ട് ചെയ്യും. ശേഷം എഫക്റ്റ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക. ശേഷം അവിടുന്ന് ഒരു എഫക്റ്റ് സെലക്ട് ചെയ്യും. ശേഷം അവിടുന്ന് ഒരു ഔട്ട്സെറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം അത് ഇതേപോലെ തന്നെ കൂട്ടി 35 ആയി കൊടുക്കുക. 35 ആയി കൊടുത്തതിന് ശേഷം നിങ്ങളോടൊന്ന് ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം അവിടുന്ന് ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. മൂവ് ആൻഡ് ട്രാൻസ്ഫർ സെലക്ട് ചെയ്യും. പക്ഷെ ഇതേപോലെ ഡ്രാഗ് ചെയ്ത് താഴെയായിട്ട് നിങ്ങൾ വെച്ച് കൊടുക്കുക. ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് വെച്ച് കൊടുക്കുക. ശേഷം അവിടുന്ന് ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം ഇത് രണ്ടും നമുക്ക് ഗ്രൂപ്പ് ചെയ്യണം. പിന്നെ ആദ്യത്തെ ആ ഗ്രൂപ്പ് അവിടെ നിന്ന് സെലക്ട് ചെയ്ത ശേഷം ഈ ഒരു ലിറിക്സ് അവിടെ നിന്ന് സെലക്ട് ചെയ്യും. പക്ഷെ ഏറ്റവും മുകളിൽ കിടന്ന ആദ്യത്തെ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യും. അപ്പോൾ അതൊരു ഗ്രൂപ്പായി നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ശേഷം അവിടുന്ന് ഗ്രൂപ്പ് സെലക്ട് ചെയ്യും. ഗ്രൂപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫർ സെലക്ട് ചെയ്യും. ശേഷം സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ആഡ് ചെയ്യും. ശേഷം സെൻറ്ററിലായിട്ട് ഒരു കീ ആഡ് ചെയ്ത് കൊടുക്കുക. സെൻറ്ററിലായിട്ട് ഒരു കീ ആഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഈ ഒരു അവസാനത്തിന് കുറച്ച് മുമ്പായിട്ട് ഇതേപോലെ നിങ്ങളൊരു കീ ആഡ് ചെയ്ത് കൊടുക്കുക. കീ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അവസാനവും നിങ്ങളൊരു കീ ആഡ് ചെയ്ത് കൊടുക്കുക. അവസാനവും നിങ്ങളൊരു കീ ആഡ് ചെയ്ത് കൊടുത്തതിന് സ്റ്റാർട്ടിങ്ങിലെ കീയിലോട്ട് വരിക. സ്റ്റാർട്ടിങ്ങിലെ കീയുടെ ഒരു വൈ വാല്യൂ നിങ്ങൾ സെലക്ട് ചെയ്യുക. വൈ വാല്യൂ സെലക്ട് ചെയ്തതിന് ശേഷം അതൊരു 1500 ആക്കി കൊടുക്കും. ഇതേപോലെ തന്നെ 1500 ആക്കി കൊടുത്തതിന് ശേഷം ടിക്ക് മാർക്ക് കൊടുക്കും. സെൻറ്ററിലെ കീയിൽ നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ശേഷം അവസാനത്തിന് കുറച്ച് മുമ്പുള്ള കീയിലോട്ട് വരും. അതിൻ്റെ വൈ വാല്യൂ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതേപോലെ 420 ആയി കൊടുക്കുക. ശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. ശേഷം അവസാനത്തെ കീയിലോട്ട് വരിക. അവസാനത്തെ കീയിലോട്ട് വന്നതിന് ശേഷം അതിൻ്റെ വൈ വാല്യൂ സെലക്ട് ചെയ്യും. ശേഷം അത് 450 ആയി കൊടുക്കും. ഇതേപോലെ തന്നെ നിങ്ങൾ 450 ആയി കൊടുത്തതിന് ശേഷം ടിക്ക് മാർക്ക് കൊടുക്കും. ശേഷം ആദ്യത്തെ 2 കീയുടെ ഇടയിലോട്ട് വരിക. ശേഷം ഈ ഒരു കർവ് ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു കർവ് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ കൊടുക്കുന്ന ഈ ഒരു കർവ് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 3 ഡോട്ട് ക്ലിച്ചുകൊണ്ട് കോപ്പി കർവ് കൊടുക്കുക. ശേഷം രണ്ടാമത്തെ 3ാമത്തെ കീയുടെ ഇടയിൽ വന്ന് ലെഫ്റ്റുള്ള 3 ഡോട്ട് ക്ലിച്ചുകൊണ്ട് പേസ്റ്റ് കർവ് കൊടുക്കുക. ശേഷം അവസാനത്തെ 2 കീയുടെ ഇടയിൽ വന്ന് ഈ ലെഫ്റ്റുള്ള 3 ഡോട്ട് ക്ലിച്ചുകൊണ്ട് പേസ്റ്റ് കർവ് കൊടുക്കുക. അവിടുന്ന് ബാക്ക് വരും. ബാക്ക് വന്നതിന് ശേഷം റൈറ്റ് സൈഡ് 3ാമത്തെ ഒരു സ്കെയിലിംഗ് ഓപ്ഷൻ സെലക്ട് ചെയ്യും. ഒരു സ്കെയിലിംഗ് ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഇതിനകത്ത് 3 കീ ആഡ് ചെയ്യണം. സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ആഡ് ചെയ്യുക. സെൻറ്ററിൽ ഒരു കീ ആഡ് ചെയ്യുക. ശേഷം അവസാനത്തിന് കുറച്ച് മുമ്പായിട്ട് ഒരു കീ ആഡ് ചെയ്ത് കൊടുക്കും. സ്റ്റാർട്ടിങ്ങിലോട്ട് വരിക. സ്റ്റാർട്ടിങ്ങിലെ കീയിലോട്ട് വന്നതിന് ശേഷം അവിടുന്ന് ഒരു വിഡ്ത്ത് സെലക്ട് ചെയ്യും. വിഡ്ത്ത് സെലക്ട് ചെയ്തതിന് ശേഷം ഒരു 450 ആയി കൊടുക്കുക. ശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. സെൻറ്ററിലെ കീയിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ശേഷം അവസാനത്തിന് കുറച്ച് മുമ്പുള്ള ഒരു കീയിലോട്ട് വരിക. വന്നതിന് ശേഷം ഹൈറ്റ് സെലക്ട് ചെയ്യും. ഹൈറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം അത് 450 ആയി കൊടുത്തതിന് ശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. പക്ഷെ ആദ്യത്തെ 2 കീയുടെ ഇടയിലോട്ട് വരിക. ശേഷം ഈ ഒരു കർവ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഞാനിവിടെ കൊടുക്കുന്ന ഈ ഒരു കർവ് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു കർവ് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഇവിടുന്ന് ബാക്ക് വരിക. ഈ ഒരു കർവ് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഇവിടുന്ന് ബാക്ക് വരിക. ഇതിനകത്തോട്ട് 2 എഫക്റ്റ് ആഡ് ചെയ്യണം. അതിന് ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. എഫക്റ്റ് സെലക്ട് ചെയ്യുക. ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യും. ശേഷം ഈ ഒരു സെർച്ച് ഐക്കൺ സെലക്ട് ചെയ്തുകൊണ്ട് FAD എന്ന് സെർച്ച് ചെയ്യാം. നിങ്ങൾക്ക് ഫെയ്ഡ് ഇൻ ആൻഡ് ഔട്ട് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ നിന്ന് ഒരു എഫക്റ്റ് സെലക്ട് ചെയ്യും. സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സ് സെലക്ട് ചെയ്യും. ശേഷം അത് ഫുള്ളായിട്ട് കുറച്ച് കൊടുക്കുക. ഇതേപോലെ തന്നെ ഫുള്ളായിട്ട് കുറച്ച് കൊടുക്കുക. ഒരു ഇന്ന് ഫുള്ളായിട്ട് കുറച്ച് കൊടുക്കുക. ശേഷം ഔട്ട് 0.50 തന്നെ മതി. ശേഷം ബാക്ക് വരും. ബാക്ക് വന്നതിന് ശേഷം വീണ്ടും ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യും. ഒരു സെർച്ച് ആക്കി സെലക്ട് ചെയ്തുകൊണ്ട് GA എന്ന് സെർച്ച് ചെയ്യും. നിങ്ങൾക്ക് ഗോഷൻ ബ്ലർ എന്ന് പറഞ്ഞൊരു എഫക്റ്റ് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ നിന്ന് ഒരു എഫക്റ്റ് സെലക്ട് ചെയ്യും. സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സ് സെലക്ട് ചെയ്യും. ശേഷം അവിടെ നിന്ന് ഒരു ഗോഷൻ ബ്ലർ സെലക്ട് ചെയ്യും. എന്നിട്ട് നമുക്ക് 2 കീ ആഡ് ചെയ്യണം. ആദ്യം അവസാനത്തിന് മുമ്പ് നിങ്ങൾക്ക് ഇതേപോലെ ഒരു കീ ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം അവസാനവും ഇതേപോലെ നിങ്ങളൊരു കീ ആഡ് ചെയ്ത് കൊടുക്കുക. പക്ഷെ ആദ്യത്തെ ഒരു കീയിലോട്ട് വരിക. വന്നതിന് ശേഷം അത് ഫുള്ളായിട്ട് കുറച്ച് കൊടുക്കുക. 0 ആയി കൊടുത്തതിന് ശേഷം രണ്ടാമത്തെ കീയിലോട്ട് വരിക. രണ്ടാമത്തെ കീയുടെ വാല്യൂ ഇതേപോലെ തന്നെ കൂട്ടി 180 ആയി കൊടുക്കുക. ശേഷം പുറത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഒരു വർക്ക് അവിടെ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. ഇതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ലിറിക്സ് ആഡ് ചെയ്യും. നിങ്ങൾ ഇവിടുന്ന് ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. ശേഷം ഈ ഒരു ചെറിയൊരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് കോപ്പി ലെയർ എടുക്കുക. കോപ്പി ലെയർ എടുത്തതിന് ശേഷം അടുത്ത ബീറ്റ് മാർക്കിലോട്ട് വരിക. ശേഷം ഈ ഒരു ചെറിയൊരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് പേസ്റ്റ് ലെയർ കൊടുക്കുക. ശേഷം ഇതിൻ്റെ ഡ്യൂറേഷൻ കുറവാണെങ്കിൽ നിങ്ങൾക്ക് എവിടം വരെയാണോ വേണ്ടത് അവിടെ വെച്ചതിന് ശേഷം ഈ ഒരു ടൈമർ ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു കട്ടിങ് ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് മാത്രം കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഡ്യൂറേഷൻ കൂടുതലാണെങ്കിൽ എവിടം വരെ വേണം അവിടെ വെച്ചതിന് ശേഷം ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് മാത്രം ഡ്യൂറേഷൻ കൂട്ടി കൊടുക്കുക. ശേഷം അവിടുന്ന് ഗ്രൂപ്പ് സെലക്ട് ചെയ്യും. എഡിറ്റ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യും. അവിടെ നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ നിന്ന് ടെസ്റ്റ് സെലക്ട് ചെയ്യും. എഡിറ്റ് ടെസ്റ്റ് സെലക്ട് ചെയ്യും. നിങ്ങൾക്ക് വേണ്ടുന്ന രണ്ടാമത്തെ വരി അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. ശേഷം അവിടുന്ന് ഒരു മൂവ് ആൻഡ് ട്രാൻസ്ഫർ സെലക്ട് ചെയ്തുകൊണ്ട് ഇതേപോലെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക.
അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്തതിന് ശേഷം നിങ്ങളോടൊന്ന് ബാക്ക് വരും. ബാക്ക് വരുമ്പോൾ അതിൻ്റെ ഡ്യൂറേഷൻ കുറഞ്ഞതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമുക്ക് കൂട്ടണം. അതിനെ അടുത്ത ബീറ്റ് മാർക്കിലോട്ട് വരിക. ഗ്രൂപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടം വരെ ആവുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ഈ ഒരു ഇമേജ് മാറ്റണമെന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് സെലക്ട് ചെയ്യും, എഡിറ്റ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യും. നിങ്ങൾക്ക് അവിടെയും ഒരു ഗ്രൂപ്പ് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ നിന്ന് ഗ്രൂപ്പ് സെലക്ട് ചെയ്യും, എഡിറ്റ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യും. പക്ഷേ ഈ ഒരു ഇമേജ് ഇവിടെ സെലക്ട് ചെയ്തതിനു ശേഷം ഈ ഒരു ഡിലീറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് ആ ഒരു ഇമേജ് അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയും. താഴെ കാണുന്ന ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ മീഡിയ സെലക്ട് ചെയ്യും. ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന വേറൊരു ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കും. ശേഷം എഫക്റ്റ് സെലക്ട് ചെയ്യുക, ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യും. ശേഷം ഈ ഒരു സെർച്ച് ഐക്കൺ സെലക്ട് ചെയ്തുകൊണ്ട് TI എന്ന് സെർച്ച് ചെയ്യും. നിങ്ങൾക്ക് ടൈൽസ് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ നിന്ന് ഒരു എഫക്റ്റ് സെലക്ട് ചെയ്യും. സ്റ്റാൻഡേർഡ് സെറ്റിംഗ് സെലക്ട് ചെയ്യും. ശേഷം അവിടെ നിന്ന് ഒരു മിറർ നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക. ശേഷം ഇതിൻ്റെ ഡ്യൂറേഷൻ അവസാനം വരെ ആക്കണം. അവസാനം വന്നതിന് ശേഷം അവിടെ നിന്ന് ഒരു ഇമേജ് സെലക്ട് ചെയ്യും. ശേഷം ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടം വരെ ആവുന്നതായിരിക്കും ആ ഒരു ഇമേജിൻ്റെ ഡ്യൂറേഷൻ. ശേഷം ആ ഒരു ഇമേജ് ഇതേപോലെ ലോങ് പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്ത റെക്റ്റാങ്കിൾ ഷേപ്പിന് താഴെയായിട്ട് വെച്ച് കൊടുക്കുക. ശേഷം അവിടെ നിന്ന് ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. വൺ ട്രാൻസ്ഫോം സെലക്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ തന്നെ ഡ്രാഗ് ചെയ്ത ഒരു ബോക്സിൽ ഡ്രാഗ് ചെയ്ത ഒരു ഫേസ് കാണത്തക്കതും ഈ രീതിയിൽ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. ശേഷം ഇവിടെ നിന്ന് ബാക്ക് വരിക. ബാക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ഇമേജ് ആഡ് ആയത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ ഒരു മെത്തേഡിൽ തന്നെ അവസാനം വരെ ലിറിക്സ് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അവസാനം വരെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ നമുക്ക് ഗാലറിയിലോട്ട് സേവ് ചെയ്യാം. സേവ് ചെയ്യാനായിട്ട് റൈറ്റ് സൈഡ് മുക്കാണെങ്കിൽ ഈ ഒരു ഷെയർ ഓപ്ഷൻ സെലക്ട് ചെയ്യും. ശേഷം വീഡിയോയുടെ നേരെ നിങ്ങൾക്ക് ഒരു ആരോ മാർക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആ ഒരു ആരോ മാർക്ക് സെലക്ട് ചെയ്യും. ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസൊല്യൂഷൻ കൊടുത്തുകൊണ്ട് എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ വീഡിയോ നിങ്ങളുടെ ഗാലറിയിലോട്ട് സേവ് ആവുന്നതായിരിക്കും. എൻ്റെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.